ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഗോവയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്നൊരു കോട്ട കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ഇത് പോർച്ചുഗീസുകാരുണ്ടാക്കിയ കോട്ടയാണ്. അഗോഡ ഫോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലാട്ടോ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി നോക്കണം. നല്ല ഭംഗിയുണ്ട്, പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ചെങ്കല്ല് വെച്ചിട്ടാട്ടോ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പം നമ്മളെ വീഡിയോയിൽ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ കുട്ടികളായിട്ട് മുന്നിൽ നടക്കുന്ന നല്ല വിശാലമായിട്ടുള്ള കോട്ടയാണ്. അപ്പോൾ അവർ നല്ല രസകരമായിട്ട് മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നമ്മൾ കുറച്ച് വലിയ സ്റ്റെപ്പുകൾ കയറിയിട്ട് മുകളിലേക്ക് എത്തണം. 2 പാർട്ടായിട്ടാണ് ഈ കോട്ട കിടക്കുന്നത്, മുകളിലും പിന്നെ താഴെയായിട്ടാണ്. ഇപ്പം നമ്മൾ മുകളിലേക്ക് അടച്ചെന്നത് മുകളിൽ കാണുന്ന കാഴ്ചയാണിത്. നല്ല മനോഹരമായിട്ടാണ്, ഭയങ്കര വിശാലമായിട്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര വിശാലമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ കോട്ടയിലെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസ് ആട്ടോ. ഈ കാണുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ലൈറ്റ് ഹൗസ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡ് മൊത്തം അറബിക്കടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. പിന്നെ മറ്റൊരു സൈഡിൽ ഒരു നദിയും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കടലിൻ്റെ അടുത്തുള്ള കാഴ്ച കേട്ടോ. നമ്മൾ കോട്ടയ്ക്കകത്തുനിന്ന് കടലിലേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഹൗസ് അത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇത് മുകളിൽ ഒരു സെക്ഷനും കൂടി ഉണ്ട് കേട്ടോ. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഡച്ചുകാരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ശുദ്ധജല സംഭരണി കൂടിയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് എന്താ പറയുക, അവിടുത്തെ നമ്മൾ ഈ ഷിപ്പിലൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ല ശുദ്ധജലം നിറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ കോട്ട വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ പ്രധാന ശുദ്ധജല സംഭരണി കൂടിയാണ് ഈ കോട്ട. അതുകൊണ്ടാണ് ഇതിനൊരു അഗോഡ ഫോർട്ട് എന്നുള്ള പേരും കൂടി വന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ അഗോഡ എന്നുള്ളത് വെള്ളമുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാർ ഈ കോട്ടയ്ക്ക് അഗോഡ ഫോർട്ട് എന്നുള്ളൊരു പേര് വെച്ചത്. പിന്നെ ഈ കോട്ടയുടെ താഴത്തെ ഭാഗം മൊത്തം ശുദ്ധജല സംഭരണികളാണ് കേട്ടോ. ശുദ്ധജല സംഭരണികളാണ് ഈ കോട്ടയുടെ താഴ്ഭാഗം മൊത്തമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗോവയിലെ ഈ കോട്ടയിലെ കാഴ്ചകൾ. ഇനി ഗോവയിലെ മറ്റു കാഴ്ചകൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ.